പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ തക്കവണ്ണവും നമ്മളെ ദൈവം ഓരോ ദിവസവും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഈ ലോകത്തിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എന്നും കഷ്ടങ്ങളാണോ, എന്നും ദുഃഖങ്ങളാണോ, രോഗമാണോ? അല്ല. ഒരു സന്തോഷമൊക്കെ ഇല്ലേ? ദൈവം നിശ്ചയമായിട്ടും സന്തോഷ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ നടത്തും. നഹൂം പ്രവാചകൻ്റെ പുസ്തകം 1-7 വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട്. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങളെ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അപ്പം നമ്മെ അറിയുന്ന ഒരു കർത്താവ്. ഭരണാധിപന്മാരൊക്കെ നമ്മളെ അറിയത്തില്ല, ചിലരെയൊക്കെ അറിയും, എങ്കിലും ഭൂരിപക്ഷം പേരെ അറിയത്തില്ലല്ലോ. പക്ഷെ അവരെ എല്ലാവർക്കും അറിയാം, അല്ലേ? എന്നാൽ കർത്താവിനെ നമുക്കറിയാം, നമ്മെ അറിയുന്ന ഒരു കർത്താവ്. ഒരിക്കലും ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയാനിട വരുത്തരുത്. വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറ്റത്തിൽ പോയാൽ അങ്ങനെ പറയേണ്ടി വരും കർത്താവിന്. അതുകൊണ്ട് നാം കർത്താവിനെ സാക്ഷിയാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ കഷ്ടത്തിലും കർത്താവിനെ സ്തുതിക്കണം. കഷ്ടം വരുമ്പോഴും, ചങ്ങല കയ്യിൽ വരുമ്പോഴും, കാലാമത്തിലാകട്ടെ, നമ്മൾ തീച്ചോളയിൽ വീഴട്ടെ, നമ്മൾ സിംഹക്കുഴിയിലാകട്ടെ, നമ്മൾ ചിലപ്പോൾ കരിയത്തോടാകട്ടും, ചിലപ്പോൾ സാരാഭാത്, ഏതെല്ലാം വിഷമതകൾ വന്നാലും ഇവിടെയെല്ലാം നാം ദൈവത്തിന് മഹത്വം കൊടുത്തു സന്തോഷമുള്ളവരായിരിക്കണം. നമ്മുടെ കർത്താവ് വലിയവനാണ്. റാന്നിലൊരു അച്ചായനുണ്ട്. വട്ടേന്ന് വട്ടവെട്ടാൻ കയറിയപ്പോൾ വീണ് നടുവ് തളർന്നു പോയി. അവിടെ തൊട്ട് താഴോട്ട് കീഴ്പോട്ട് പ്രശ്നങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖം എപ്പോഴും സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ശോഭ പോലെ എപ്പോഴും ചിരിയാണ്, സന്തോഷമാണ്. ഒരു ദുഃഖമോ വേദനയോ പ്രയാസമോ ഒന്നും തനിക്കുണ്ടായതിലില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരുണ്ട്, അല്ലേ? ദൈവമക്കൾക്ക് പലർക്കും പല രോഗങ്ങളാണ് രഹസ്യവും പരസ്യവുമായിട്ടുള്ളത്. എങ്കിലും ഇതെല്ലാം നടുവിൽ യേശു കൂടെയുണ്ട്. യഹോവ നല്ലവനാണ്, കഷ്ട ദിവസത്തിൽ ശരണമാണ്. ആ ശരണപ്പെടാവുന്ന കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് തങ്ങളെ ആശ്രയിക്കുന്നവരെ ദൈവത്തിൽ ആശ്രയിക്കണം. അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്, അറിയാത്തൊരു ദൈവത്തെ അല്ല. അറിയുന്ന ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവം നമ്മളെ സഹായിക്കും. ഈ വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാണ്.